കാർഷിക സർവകലാശാല വിസി ബി അശോകിന് സസ്പെൻഷൻ. അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചതിനാണ് നടപടി. ചീഫ് സെക്രട്ടറിയാണ് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. സുനിഷ എല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഈ പോരിവിടെയൊന്നും അവസാനിക്കില്ലേ? മധു, അങ്ങനെയൊന്നും അവസാനിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഒരു 3 ദിവസം ബാക്കി നിൽക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സൈനിക ക്ഷേമ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ബി അശോകിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയാണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് അത് തന്നെയാണ്. അതായത് അനുമതിയില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില കാര്യങ്ങൾ പറഞ്ഞു, സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അത് സർവീസ് ചട്ട ലംഘനമാണ് എന്നതുകൂടി ഉത്തരവിൽ പറയുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിലെ നടപടി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഒരു പോഡ്കാസ്റ്റിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ പ്രസ്താവന നടത്തുക, സർക്കാർ നയങ്ങളെ വിമർശിക്കുക, അത് ശരിയല്ലാത്ത നടപടിയാണ്. അത് സർക്കാർ സംവിധാനത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരെന്ന നിലയിൽ പാടില്ലാത്തതാണ്, സർവീസ് ചട്ടലംഘനമാണ് എന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ഒരു സസ്പെൻഷനിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ബി അശോകുമായുള്ള വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇതൊരു അസാധാരണമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാർ ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നിൽക്കെ എങ്ങനെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക്, സസ്പെൻഷൻ അടക്കമുള്ള വലിയൊരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് ബി അശോകിന്റെ അടക്കം അതുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഉത്തരവ് ബി അശോകിന്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും പല പൊസിഷനുകളിൽ നിന്നപ്പോഴും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും നിശിതമായി തന്നെ സർക്കാർ സംവിധാനങ്ങളെ അല്ലെങ്കിൽ സർക്കാരിന്റെ ചില കാര്യങ്ങളെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ബി അശോക് എന്നുള്ളത് തന്നെയാണ്. കുറച്ച് ദിവസം മുന്നെയാണ് ഒരു മാധ്യമത്തിന് മുന്നിൽ ഇതേ രീതിയിൽ തന്നെ രാഷ്ട്രീയ പ്രസ്താവന നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി ബി അശോകിനെതിരെ പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായത്. ഏതായാലും പിന്നാലെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം സർവീസ് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചീഫ് സെക്രട്ടറി സസ്പെൻഷൻ